ഇരിക്കാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ വൈകിയ വേളയിൽ ഞാൻ അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് ഇത് തുടർച്ചയായിട്ട് അലയൊലികളായിട്ട് ലോകത്തോളം വ്യാപിച്ചുകൊണ്ടേയിരിക്കണം. ലോകത്തിന്റെ എത്ര ഭാഗങ്ങളിൽ നിന്നാണ്? യൂറോപ്യൻ അതിൽ മിടുക്കനാണ്, ഇംഗ്ലീഷ് രാജ്യങ്ങളൊക്കെ തന്നെ അല്ലെ, ഓരോ ഭാഗത്തും. അമേരിക്കയിൽ എത്ര പ്രതിഷേധ പരിപാടികളാണ് നടക്കുന്നത്. ട്രംപ് എന്ത് പറയുമ്പോഴും രായ്ക്ക് രാമാനം ഓച്ചാനിച്ച് കുടപിടിച്ച് നിൽക്കുന്ന ആളുകളാണ് അമേരിക്കക്കാരി എന്നുള്ളത് നമ്മളുടെ വെറും തെറ്റിദ്ധാരണയാണ്. അമേരിക്കയുടെ ഓരോ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഫലസ്തീനിന് വേണ്ടിയിട്ടുള്ള ശബ്ദങ്ങൾ നാൾക്ക് നാൾ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എപ്പോഴും ലോകത്തിന്റെ ഒരു നിലപാടാണ്. പിന്നെ നമ്മളൊക്കെ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, പരീക്ഷണങ്ങൾ ഉമ്മത്തിന് പറഞ്ഞതാണ്. ഫിർഔൻ ആരോ ജ്യോത്സ്യന്മാര് മഷിയിട്ടിട്ട് പ്രവചിച്ചു കൊടുത്തതാണ്, ഒരു മൂസ വരാനുണ്ട്, ആ മൂസ വന്നാൽ അവൻ നിങ്ങളെ കൊലപ്പെടുത്തും എന്ന് ഫിർഔനിനോട് കോൺക്രീറ്റ് എവിഡന്റോട് കൂടെ ജ്യോത്സ്യന്മാര് പ്രവചിച്ചു പറഞ്ഞപ്പോഴാണ് ഫിർഔൻ തന്റെ പട്ടാളക്കാരെ ഇറക്കിയിട്ട് എല്ലാ ഗർഭിണികളുടെയും കണക്കെടുക്കാൻ പറയാണ്. എന്നിട്ട് കുട്ടി ജനിക്കുന്ന മാസത്തിന്റെ കണക്ക് ശേഖരിക്കാൻ പറയാണ്. ഏകദേശം അതിന്റെ ഒരു പെണ്ണ് പ്രസവിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഫറോവയുടെ പട്ടാളക്കാര് ആ പ്രസവം നടക്കുന്ന വീടിന്റെ പരിസരത്ത് കാവൽക്കാരായിട്ട് വാള് പിടിച്ചിട്ട് കാവൽക്കാരായിട്ട് കാത്തിരിക്കാൻ. എന്നിട്ടോ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ അവന്റെ ഗളച്ഛേദം നടത്തിയിട്ട് തൊടിയിൽ അവനെ കുടിച്ചിട്ട് ആ തെളിവ് ശേഖരിച്ചതിന്റെ ശേഷമേ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോരാൻ പറ്റുള്ളൂ ഈ പട്ടാളക്കാരൻ. അങ്ങനെ ഒരു എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞ പോലെ ഒരു മൂസയെ പേടിച്ചിട്ട് ഫറോവ കൊലപ്പെടുത്തിയ ആൺകുട്ടികളുടെ എണ്ണം ചരിത്രത്തിൽ 75,000 എണ്ണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്കഡർ മിസൈലുകളില്ല, ബോംബർ വിമാനങ്ങളില്ല, ആറ്റമിക് ന്യൂക്ലിയർ ബംബ്ലാസ്റ്റിങ്ങുകളില്ല, അല്ലേ? ഈ ഒരു സംവിധാനം ഇല്ലാത്ത കാലത്ത് ഫിർഔനിന്റെ പട്ടാളക്കാരൻ കരവാളെടുത്തിട്ട് ഓരോ വീട്ടിലും കേറിയിട്ട് നവജാത ശിശുക്കളായ 75,000 ആൺകുട്ടികളെ കൊല ചെയ്തു എങ്കിൽ ആ ഫറോവയുടെ ഒരു കാർബൺ കോപ്പിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഉമ്മത്തിന് പറഞ്ഞതാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. നിങ്ങളുടെ ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ നിർമ്മാണം കിട്ടാത്ത പ്രേതങ്ങളാവില്ല. അത് പ്രതിധ്വനിക്കും, അന്തരീക്ഷത്തിൽ അലയൊളി സൃഷ്ടിക്കും, അതിവിടെ അവശേഷിക്കും. ഞാൻ എന്റെ ധർമ്മം നിർവഹിച്ചു എന്ന് പറഞ്ഞിട്ടെങ്കിലും ഈ ലോകത്ത് നിന്ന് അന്ത്യശ്വാസം വലിച്ചു കടന്നു പോകാൻ ഈ ഫലസ്തീനിന് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യ സംഗമം നമുക്ക് ഉപകരിക്കും. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ وتفرقنا من بعده تفرقا معصوما فلا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما يا رب العالمين. اللهم هذا الدعاء لغزة، اللهم هذا الدعاء لخان يونس، اللهم هذا الدعاء لرام الله، اللهم هذا الدعاء لفلسطين، اللهم هذا الدعاء ومنك الإجابة فعليك التكلان وعلينا البلاء لا حول ولا قوة إلا بالله العلي العظيم. اللهم منك الإجابة يا رب العالمين. استجب دعوتنا وسلم أهلنا في فلسطين، وسلم أولادنا في فلسطين، وسلم صبياننا في فلسطين. اللهم ثبت أقدامهم، اللهم وسع أرزاقهم، اللهم بارك لهم في عيشهم ومعيشتهم، اللهم اشف مرضاهم، اللهم ارحم موتاهم مع موتاهم يا رب العالمين. آمين برحمتك يا أرحم الراحمين. وآخر دعوانا السلام عليكم ورحمة الله.